നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കമല എന്താ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത്? ഏയ് അല്ല, സേതുവേട്ടനെ പെട്ടെന്ന് കണ്ടപ്പോ വരൂ. നമസ്കാരം. ഇരിക്കണം. എങ്ങനെയുണ്ട് ഇപ്പോ? വേദന കുറവുണ്ട്. അങ്കിളിപ്പോ വന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. സച്ചിയും കൂട്ടി വരാന്നാ കരുതിയത്. അവൻ ഓഫീസിൽ എന്തോ അത്യാവശ്യം, അതാ പിന്നെ സന്ദീപിനെയും കൂട്ടി വന്നത്. കാര്യങ്ങളൊക്കെ അർച്ചനമോളും സച്ചിയും പറഞ്ഞു. എല്ലാം വിധിയെന്നോർത്ത് സമാധാനിക്കാൻ നല്ലത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? മോളോടെ ഉണ്ടായിരുന്നോ? അല്ല, ആവണി മോളെവിടെ? ഇവിടെ അടുത്തൊരു വീട്ടില് ട്യൂഷന് വിടുന്നുണ്ട്, അവിടെ പോയിരിക്കുക. അന്ന് സന്ദീപിന്റെ അനഘയുടെയും വിവാഹത്തിന് വന്ന ശേഷം നിങ്ങളെ ആരെയും അങ്ങോട്ട് കണ്ടില്ല. എന്തുപറ്റി? എന്റെ ഗുരുതുല്യനായൊരു സ്വാമിയുണ്ട്, വൈകുണ്ഠസ്വാമി. അദ്ദേഹം ചില തടസ്സങ്ങൾ പറഞ്ഞതുകൊണ്ടാ ഈ വിവാഹം നീട്ടിവെച്ചത്. ഉടനെ ഞാൻ ആശ്രമത്തിലേക്ക് പോകുന്നുണ്ട്. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഇവന്റെ വിവാഹം ഉടനെ നടത്തണം. ഞാനായിട്ടുണ്ടാക്കിയ പുകിലുകളായത് മുഴുവൻ. ചുമ്മാ ഇരുന്ന പിള്ളേരുടെ മനസ്സിലേക്ക് ആഗ്രഹം കുത്തിവെച്ചത് ഞാനാ. അതുടനെ നടത്തിയില്ലെങ്കിൽ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടും. പിന്നെ സേതുവേട്ടന് കുടിക്കാൻ എന്താ വേണ്ടേ? ചായ തന്നെ മതി. ഞാൻ ചായ എടുക്കാം. അതിലേ വാ. ആതിരയ്ക്കും വിവാഹപ്രായമൊക്കെ ആയി. ആലോചനകൾ വല്ലതും നോക്കുന്നുണ്ടോ? ഒരു വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച മട്ട. നന്നായി. പെൺകുട്ടികളെ വേഗം കെട്ടിച്ചയക്കുന്നത് തന്നെയാ നല്ലത്. ഇവന്റെ കാര്യം കഴിഞ്ഞു വേണം സ്നേഹയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. അതിലൊന്നും എനിക്കൊരു ടെൻഷനുമില്ല. ടെൻഷൻ മുഴുവൻ ഇവന്റെയും അനഘയുടെയും കാര്യത്തിലാണ്. ആതിരയെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന് എന്താ ജോലി? ടൗണിലൊരു മൊബൈൽ ഷോപ്പ് നടത്തുക. എന്റെ അവസ്ഥയൊന്ന് മാറിയാൽ അത് നടത്താനാണ് തീരുമാനം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.